എല്ലാവർക്കും വന്ദനം. ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസം കടന്നു വരാൻ കർത്താവ് കൃപ തന്നില്ലേ? ദൈവത്ര വിശ്വസ്തനാണ്. ഈ ആഴ്ചയിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടന്നു. പല മതങ്ങൾക്കും ആഘോഷ ദിവസങ്ങളായിരുന്നു. അതുകൂടാതെ തന്നെ എലക്ഷൻ അനുഗ്രഹമായിട്ട് നടന്നു. എല്ലാം കൊണ്ട് കർത്താവ് നമ്മെ, നമ്മുടെ നാടിനെ അനുഗ്രഹമായിട്ട് നടത്തി. ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. വേദപുസ്തക വായനയും പ്രാർത്ഥനയും തുടർമാനമായി കൊണ്ടുപോകാൻ ഇന്നുവരെയും കർത്താവ് നമ്മെ ബലപ്പെടുത്തിയല്ലോ. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നിങ്ങൾ ചെയ്യുവാൻ പേടിക്കുന്നതിനെ നിങ്ങൾ എപ്പോഴും ചെയ്യുക എന്നൊരാൾ ഒരിക്കൽ പറഞ്ഞു. നമ്മൾ ചെയ്യുവാൻ പേടിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അയ്യോ, അതെനിക്ക് നടക്കില്ല, അതെന്നെ കൊണ്ട് സാധ്യമല്ല. അത് എപ്പോഴും ചെയ്യുക. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് എപ്പോഴും. 1-ാം ക്ലാസ്സിലെ കണക്കല്ല 2-ാം ക്ലാസ്സിൽ, 2-ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതല്ല 3-ാം ക്ലാസ്സിൽ. ഓരോ ദിവസം കഴിയും തോറും അസാധ്യതകളിലേക്കാണ് വിദ്യാഭ്യാസത്തിലെ ചുവട് പോലും വയ്ക്കുന്നത്. ഓരോ പ്രായത്തിലും ഓരോ ദിവസത്തിലെ വളർച്ചയിലും നമ്മൾ ഇതുവരെ ചെയ്യാത്ത പലതും ചെയ്യാറില്ലേ? അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു സത്യം അറിയാം. നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ഭയപ്പെടരുത്. നല്ല കാര്യങ്ങൾ അതും കൂടി ഒന്ന് എടുത്തു പറയണം. അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാൻ പേടിക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് പോകരുത്. നല്ല കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ ആ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചുവട് വയ്ക്കുക. അത് ചെയ്യാൻ എപ്പോഴും ഒരു മനസ്സുണ്ടാകണം, ഒരു ശ്രമമുണ്ടാകണം. അസാധ്യമെന്ന് പറഞ്ഞ് ഒരു നല്ല കാര്യത്തിൽ നിന്നും മാറി നിൽക്കരുത്. കർത്താവ് അങ്ങനെയുള്ളൊരു കൃപ ഈ ആഴ്ചയുടെ ഒടുവിൽ ഓരോ വ്യക്തികൾക്കും തരട്ടെ. ഇന്ന് നിങ്ങൾ എന്തൊക്കെയോ ഇന്നലെ രാത്രി അസാധ്യമാണ്, നടക്കില്ല എന്ന് പറഞ്ഞ് അത് നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റിയില്ലേ? ആ കാര്യം ചെയ്യാൻ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു. ചെയ്യുക, നിങ്ങൾ വിജയിച്ചിരിക്കും. ഇന്ന് നമുക്ക് റോമാലേഖനത്തിലേക്ക് വീണ്ടും വരാം. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ 30-31 വാക്യങ്ങൾ. ദൈവമേകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ദൈവം ഒരുവൻ പരിച്ഛേദനക്കാരെയും അഗ്രചർമ്മികളെയും ദൈവം ഒന്നാക്കുന്നു, അല്ലെങ്കിൽ നീതീകരിക്കുന്നു. എങ്ങനെ? പരിച്ഛേദനക്കാരും വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു, അഗ്രചർമ്മികളും വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. പരിച്ഛേദനക്കാർ പരിച്ഛേദന കൊണ്ട് നീതീകരിക്കപ്പെടുന്നുണ്ടോ? ഒരു നാളുമില്ല. പരിച്ഛേദനക്കാർ വിശ്വാസത്താൽ, അഗ്രചർമ്മികൾ വിശ്വാസത്താൽ. അപ്പോൾ എല്ലാ നിലയിലും വിശ്വാസം ദൈവത്തിന് പ്രസാദകരമാകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് എബ്രായലേഖനം 11:6 വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കേണ്ടതാണ്. വിശ്വാസത്തിന് ഇത്രയും വലിയ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ എനിക്ക് പ്രതിഫലമുണ്ട്, ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകില്ല. ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ പദവി. വിശ്വസിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വാക്കുകൾ തന്നു. നിങ്ങളെൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുക. ഞാൻ അബ്രഹാമിന് വേണ്ടി, സഹാക്കിന് വേണ്ടി, യാക്കോബിന് വേണ്ടി, ജോസഫിന് വേണ്ടി, ദാവീദിന് വേണ്ടി, മോശയ്ക്ക് വേണ്ടി, പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാർക്ക് വേണ്ടി ചെയ്തതെല്ലാം നിങ്ങൾ കാണുന്നില്ലേ? ഇനി എന്തിനാ നിങ്ങൾ താമസിക്കുന്നത്?
ഇനി എന്തിനാണ് നിങ്ങൾ മടിച്ചു നിൽക്കുന്നത്? ഞാൻ ഇത്രയും പേർക്ക് വേണ്ടി ചെയ്തില്ലേ? അത് തന്നെയാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മുന്നോട്ട് പോകും. എല്ലാ ഭാരവും മുറുകെ പറ്റുന്ന പാപങ്ങളെല്ലാം വിട്ട് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓട്. സ്ഥിരത കളയരുത്, മുന്നോട്ട് പോ. ഇത്രയും സാക്ഷികൾ നമ്മുടെ മുൻപിലില്ലേ? വിശ്വാസം കൊണ്ട് അവരാരും ലജ്ജിച്ച് പോയില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് ദൈവമേകനാണ്. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. മാത്രമല്ല, അടുത്ത വാക്യം, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത, ന്യായപ്രമാണം അനുസരിക്കണം. അവരാണ് നീതീകരിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു, പരിച്ഛേദനക്കാർ, അതായത് ന്യായപ്രമാണത്തിൻ്റെ കീഴെയുള്ളവർ, അഗ്രചർമ്മികൾ, അതിന് വെളിയിലുള്ള ജാതികൾ, രണ്ടുപേർക്കും നീതീകരണം വിശ്വാസത്താലാണെങ്കിൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കിയോ? ഒരു നാളും അല്ല എന്നവിടെ എഴുതിയിരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നത്. യേശു കർത്താവ് വന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല, ന്യായപ്രമാണത്തെ നിവർത്തിക്കാനാണ്. സ്തെഫാനോസിനെ കുറിച്ചും യേശു കർത്താവിനെ കുറിച്ചും അപ്പോസ്തലന്മാരെ കുറിച്ചുമൊക്കെ അന്നത്തെ മതനേതാക്കന്മാർ പറഞ്ഞത്, മോശ നമുക്ക് തന്നിരിക്കുന്ന നിയമം അവർ മാറ്റിക്കളയുന്നു. മോശയുടെ കൽപ്പനകളെ ദൈവം മോശയിലൂടെ പറഞ്ഞതൊന്നും അനുസരിക്കണ്ട എന്ന് ഈ കൂട്ടർ പറയുന്നു. അല്ല. ഒരു വാക്യം കൂടി വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5:17. യേശു പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിക്കുവാനത്രേ ഞാൻ വന്നത്. യേശു വന്നത് ദൈവവചനത്തിലെ, പഴയ നിയമത്തിലെ ഓരോ വള്ളിയും പുള്ളിയും നിവർത്തിക്കാനാണ്. യേശു പറഞ്ഞു, അടുത്ത വാക്യം എങ്ങനെയാണ്? സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോകില്ല, മാറിപ്പോകില്ല. യേശു വന്നത് അത് മാറ്റാനല്ല. പുതിയ നിയമസഭ, നമുക്കൊരു പുതിയ നിയമം കൊണ്ട് 27 പുസ്തകങ്ങളുള്ള പുതിയ നിയമം കൊണ്ട് നടന്നാൽ പോരെ? മത്തായി തൊട്ട് വെളിപ്പാട് വരെയുള്ള ഒരു കൊച്ചു പുസ്തകവുമായിട്ട് നമുക്ക് നടക്കാൻ തന്നെ ഒരു എളുപ്പമാണ്. ഇത്രയും വലിയ വേദപുസ്തകം കൊണ്ട് നടക്കണോ? 39 വലിയ ചരിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ 60ഉം 50ഒക്കെ അധ്യായങ്ങളുള്ള പുസ്തകം, അങ്ങനെയുള്ള 39 പുസ്തകങ്ങൾ ഇതിൻ്റെ കൂടെ കൂട്ടി നടക്കണമോ? യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും വേദപുസ്തകത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ മാറിപ്പോകില്ല. എബ്രായ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൻ്റെയൊക്കെ പ്രാധാന്യങ്ങൾ. നമ്മുടെ പിതാക്കന്മാർ, അപ്പോസ്തലന്മാർ, യേശുവും ഇടതടവില്ലാതെ വായിച്ച് ബലപ്പെട്ടിരുന്നത് പഴയ നിയമമാണ്. പുതിയ നിയമം യേശു മുഖാന്തരവും ശിഷ്യന്മാരും എഴുതിയതാണ്. യേശുവിനെ കുറിച്ച് ശിഷ്യന്മാർ നിവർത്തിയായ കാര്യങ്ങൾ എഴുതിയതാണ് പുതിയ നിയമം, 27 പുസ്തകങ്ങൾ. അപ്പോൾ കർത്താവ് വന്നത് പഴയ നിയമത്തെ ഇല്ലാതെയാക്കാനല്ല. നമ്മുടെ വീട്ടിൽ പഴയ നിയമത്തിലെ ഭാഗങ്ങൾ വായിക്കണം. നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്. പുതിയ നിയമം വായിച്ചാൽ നമുക്കൊരു ജീവൻ ഉണ്ടാകണമെങ്കിൽ പഴയ നിയമവും വായിക്കണം. അതുകൊണ്ടാണ് യെശയ്യാവ് 34:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രയെ കൂട്ടി വരുത്തിയത്. പഴയ നിയമത്തിൽ പറയുന്നതും
പുതിയ നിയമത്തിൽ നിവർത്തിയായി എന്ന് പറയുന്നതും, ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നത്. നമുക്ക് 1000 കൊല്ലം മുമ്പ് പറഞ്ഞത് നിവർത്തിയായോ? അവിടെയാണ് വിശ്വാസം ഉളവാകുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞ വാഗ്ദത്തങ്ങൾ യേശു ക്രിസ്തുവിൽ സകലതും നിവർത്തിയാകുമ്പോൾ അവിടെ നമ്മിൽ വിശ്വാസം ഉളവാകുകയാണ്. വെറും പുതിയ നിയമം മാത്രം വായിച്ച് നമ്മുടെ വിശ്വാസത്തെ അതിൻ്റെ പൂർണ്ണതയിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പഴയ നിയമം പ്രസംഗിക്കണമെന്ന് പറയുന്നില്ല, പുതിയ നിയമത്തിലെ ഭാഗം പ്രസംഗിച്ചുള്ളൂ. എന്നാൽ പഴയ നിയമം പ്രസംഗിച്ചാലും യേശു ക്രിസ്തുവിൽ കൊണ്ടുവന്ന് നിർത്തണം. യേശുവിലായിരിക്കണം നമ്മുടെ കേന്ദ്രസ്ഥാനം. യേശുവിൽ കേന്ദ്രസ്ഥാനം വെച്ചുകൊണ്ട് പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കാം. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞാലും ആരെക്കുറിച്ച് പറഞ്ഞാലും യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത്. ജോസഫ് മിസ്രൈമിലേക്ക് പോയത് യേശു ക്രിസ്തു വരുവാൻ പോകുന്ന ഒരു ജനറേഷൻ വർദ്ധിക്കുവാനും ഒരു പുറപ്പാടിനു വേണ്ടിയാണ്. ഓരോ പുസ്തകത്തിലും മശിഹായെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയായിരുന്നു. അതുകൊണ്ട് മശിഹ ഈ ഭൂമിയിലേക്ക് വരാൻ, യേശു ഈ ഭൂമിയിലേക്ക് വരാൻ കാരണമായ ഒരു പുസ്തകത്തെയും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. കർത്താവിൻ്റെ മക്കളെന്ന നിലയിൽ ഓരോ പുസ്തകങ്ങൾ വായിച്ച് അതിനകത്തെ പഴയ നിയമം എന്ന നിഴലും പുതിയ നിയമം എന്ന പൊരുളും നമ്മൾ ഒരുപോലെ വായിക്കണം. ഉദാഹരണത്തിന് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. എന്നാൽ ആ മിക്ക പേരിലും കർത്താവ് പ്രസാദിച്ചില്ല. ഇത് നമുക്ക് ദൃഷ്ടാന്തമാണ് എന്ന് പറയുന്നു. ആ പാറ ക്രിസ്തുവായിരുന്നു. പഴയ നിയമത്തിൽ എവിടെയും പറയുന്നില്ല ആ പാറ ക്രിസ്തുവാണെന്ന്. എന്നാൽ പരിശുദ്ധാത്മാവുള്ള പുതിയ നിയമ വിശ്വാസിക്ക് പഴയ നിയമം വായിക്കുമ്പോൾ അത് ക്രിസ്തുവാണ് എന്ന് മനസ്സിലാകും. ഇങ്ങനെ പഴയ നിയമത്തെ പരിശുദ്ധാത്മാവിലൂടെ പുതിയ നിയമസഭക്കാരൻ കാണുമ്പോൾ അതിനകത്തു നിന്ന് ജീവന്റെ റീമ വാക്കുകൾ, ചൈതന്യമുള്ള വാക്കുകൾ നമുക്കുണ്ടായി കിട്ടും. അതുകൊണ്ട് യേശു കർത്താവ് വന്നത് പഴയ നിയമം മാറ്റിക്കളയാനല്ല, പഴയ നിയമത്തിന് ജീവൻ കൊടുക്കാനാണ്. പഴയ നിയമത്തിലുള്ള ഭാഗങ്ങളിൽ മറഞ്ഞുകിടക്കുന്ന മർമ്മങ്ങൾ പുതിയ നിയമസഭയ്ക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഷണ്ണൻ പഴയ നിയമം വായിച്ചിട്ട് മനസ്സിലായില്ല, യെശയ്യാ പ്രവചനം 53 വായിച്ചിട്ട് മനസ്സിലായില്ല. എന്നാൽ വീണ്ടും ജനിച്ച പരിശുദ്ധാത്മാവുള്ള ഫിലിപ്പോസ് വായിച്ചപ്പോൾ, ആ പൊരുളുകൾ പറഞ്ഞപ്പോൾ, യെശയ്യാവ് പുസ്തകത്തെ ആധാരമാക്കി യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഷണ്ണൻ സ്നാനപ്പെട്ടു. നോക്കണേ, ഇങ്ങനെ ആയിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങളെ നാം വ്യാഖ്യാനിക്കും. അങ്ങനെ വ്യാഖ്യാനിക്കുമെങ്കിൽ വലിയ പൊരുളുകൾ പുറത്ത് വരാൻ ഇടയാകും. കർത്താവ് അങ്ങനെ നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശു വന്നത് ന്യായപ്രമാണം നീക്കാനല്ല, നിവർത്തിക്കാനാണ്. യേശു ക്രൂശിൽ ഒടുവിൽ നിവർത്തിയായി എന്ന് പറഞ്ഞു. എന്ത്? ദൈവം പറഞ്ഞത് മുഴുവനും നിവർത്തിയായി. ദൈവം പറഞ്ഞത് മുഴുവനും നിങ്ങൾ പഴയ നിയമം വായിച്ച് അടിവരയിട്ട് യേശുവിനെ കുറിച്ച് അതിലൂടെ സംസാരിക്കുക. അവിടെ ജീവൻ വ്യാപരിക്കും. പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ദിവസങ്ങൾ വേദപുസ്തകത്തിൻ്റെ പൊരുളുകൾ തിരിച്ചറിയാനുള്ള ജ്ഞാനവും വേദപുസ്തകത്തിലൂടെ ജീവനും ഭക്തിക്ക് വേണ്ടത് പ്രാപിച്ചെടുക്കാനുള്ള കൃപയും ഇത് കേൾക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഇന്നു മുതൽ ഈ കുടുംബങ്ങൾ അഭിവൃദ്ധിപ്പെടട്ടെ. പുതിയ ആഴ്ചയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങൾ കൊണ്ട് അടുത്ത ആഴ്ചയെ അങ്ങ് നിറക്കണമേ. ഈ കുടുംബങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തണം. വഴികളും വാതിലുകളും തുറക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം രാവിലെ 8 മണിക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ആലപ്പുഴയിൽ വെച്ചുകൊണ്ട്, അവധിക്കൊക്കെ നാട്ടിൽ വന്നവർ, ജീസസ് എവരി ഡേ എന്നും ശ്രദ്ധിക്കുന്നവർ ഒരു പ്രാവശ്യം വരും. ഇവിടെ വന്ന് ഞങ്ങളെ കണ്ടുകൊണ്ട് പോകുമ്പോൾ ഞങ്ങൾക്കതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. നിങ്ങളുടെ അഭിനന്ദനങ്ങൾക്കും നിങ്ങളുടെ കൈത്താങ്ങലുകൾക്കും എല്ലാറ്റിനുമായിട്ട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു.
അങ്ങെപ്പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്ന് എൻ്റെ സർവസ്വം. അങ്ങെപ്പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്ന് എൻ്റെ സഭ ചേർന്ന് ആരാധന, അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. അങ്ങേപ്പോലെ അങ്ങെപ്പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങെപ്പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരും പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന, അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. എന്നെ മുറ്റുമാ ഞാൻ പ്രാർത്ഥനയോടൊന്ന് പാടിയട്ടെ. നിൻ വചനം എന്നെ കഴുകണമേ, നിന്റെ ഹിത പോലെന്നെ നടത്തേണമേ, ശുദ്ധാത്മാവിനാ എന്നെ പ്രാർത്ഥനയോടെ എന്നെ മുറ്റുമാ ഞാൻ